ഇവന്മാരെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും വലിയ ശരീരം വെച്ചിട്ട് ഞാനൊക്കെ കിലോമീറ്ററുകൾ നടന്നിട്ടാണ് അരിയും ചക്കയൊക്കെ വാങ്ങിക്കാൻ പോകുന്നത്. കേട്ടിട്ടില്ലേ എൻ്റെ ഫ്രണ്ട്സ്? അരിക്കൊമ്പനും ചക്കക്കൊമ്പനും ഇവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാ. ഈ ശരീരവും വെച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ ഓലയും ഒക്കെ വാരി തിന്നിട്ട് ഞാൻ നടക്കുമെന്നേ. നീയൊക്കെ ജങ്കും കഴിച്ചിട്ട് വീട്ടിൽ തന്നെ ഇങ്ങനെ കുത്തിയിരിക്കും. ഞാനൊക്കെ എന്തൊരു എക്സൈറ്റ്മെൻറ്റിലാണ് ഓരോ ദിവസവും നടക്കുന്നത്. നടന്ന സ്ഥലം തന്നെ നടക്കുമ്പോൾ എന്തൊരു എക്സൈറ്റ്മെൻറ്റിലാണ് നടക്കണേ. ഇവന്മാരൊക്കെ 2 മിനിറ്റ് ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ബോറടിക്കും അത്രേ. ആരെയും വിശ്വാസമില്ല. എല്ലാത്തിനും സ്ക്രീൻഷോട്ട് വേണം, പ്രൂഫ് വേണം. ഒരു വിശ്വാസമില്ലല്ലോ അവിടെ നിനക്കൊന്നും. ഈ 4 കാലും വെച്ചുകൊണ്ട് ഞാൻ എന്തൊരു സ്പീഡിലാണ് ഓടണേ. നീയൊക്കെ 2 സെക്കൻഡ് ഓടിക്കഴിഞ്ഞിട്ട് നീയൊക്കെ പറയും ഫിറ്റ്നസ് ഗോൾസ്. കണ്ട ഇവന്മാരൊക്കെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പേഴ്സണൽ സ്പേസ് ഉള്ള എനിക്കൊക്കെ ആര് എപ്പോൾ എവിടെ വരണമെന്ന് നല്ല നിശ്ചയമുണ്ട്. നിനക്കൊന്നും നീയൊക്കെ എല്ലാവരും ലൈഫിൽ വിളിച്ചു വരുത്തിയിട്ട് ഓവർ തിങ്ക് ചെയ്ത് അവിടെ തന്നെ ഇരിക്കും. അവിടെ തന്നെ ഇരുന്നു. ഞാനൊക്കെ മരത്തിൽ കയറി ഓടിപ്പോകും, തൂങ്ങിക്കിടക്കും. നിനക്കൊക്കെ പറ്റുമോ? നീയൊക്കെ ഇത്തിരി ഒന്ന് നീങ്ങിക്കഴിഞ്ഞാൽ നീങ്ങാൻ വേണ്ടി തന്നെയല്ലേടാ ജിമ്മിൽ 1000 രൂപ കൊടുത്ത് പോണത്. എന്നെ ഒരു കഴിവ് കെട്ടവനായിട്ടും എൻ്റെ പേരൊരു കഴിവ് കെട്ടവന്മാരെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഇവന്മാരൊക്കെ യൂസ് ചെയ്യുന്നത്. ഞാനൊക്കെ എന്തുമാത്രം ഭാരമാണ് ചുമന്നുകൊണ്ട് പോണേ. നീയൊക്കെ ഒരു ബാഗ് ചുമന്നാൽ പറയൂലേടാ നടുവേദനയാണെന്ന്. ഞാൻ പറയണത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസിപ്ലിൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഞാനാണ്. ഞാൻ ടീം വർക്കായിട്ടാണ് എല്ലായിടത്തും പോകുന്നത്. ടീമായിട്ടാണ് പോകുന്നത്. നിന്നെ കൊണ്ടൊക്കെ പറ്റുമോ? ഡിസിപ്ലിനും ഇല്ല, ടീം വർക്കും ഇല്ല.